ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നുള്ള സോഷ്യൽ സയൻസിലെ 8ാമത്തെ അധ്യായത്തിലെ അടുത്ത സെഷനാണ് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വിളകളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വിളകളെ ഏത് വിളവെടുത്തു കഴിഞ്ഞാൽ 4 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒന്നാമത് അത് ഏത് തരം വിളയാണ്, അതിനു വേണ്ട മണ്ണ് ഏതാണ്, അതിനു വേണ്ട കാലാവസ്ഥ എന്താണ്, അതേപോലെ തന്നെ അതെവിടെയാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് എന്നുള്ളത്. അതിലാദ്യമായിട്ട് പഠിക്കുന്നത് ക്രോപ്സ് അഥവാ നാണ്യവിളകളെ കുറിച്ച് 4 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. നാരുവിളകളെന്നും പാനീയവിളകൾ അല്ലെങ്കിൽ ബീവറേജ് ക്രോപ്സ് എന്നും സ്പൈസസ് അല്ലെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളെന്നും മറ്റു വിളകൾ അതേഴ്സ് എന്നുള്ള അതർ ക്രോപ്സ് എന്നുള്ള വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത്. അതിലാദ്യമായിട്ട് പരുത്തി വിളയെക്കുറിച്ചാണ്. പരുത്തി പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് കൂടുതലായിട്ട് കാണുന്നത്. പരുത്തിക്ക് വേണ്ടത് 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടാണ് പരുത്തിക്ക് അനുയോജ്യമായിട്ടുള്ളത്. കറുത്ത എക്കൽ മണ്ണാണ്, ബ്ലാക്ക് അലുവിയൽ സോയിലാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കപ്പെടുന്നു. പരുത്തി കൃഷിയിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ് ഉള്ളത്. കോട്ടൺ പോളിസീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുംബൈയെ പറയുന്ന പേരാണ് കോട്ടൺ പോളിസീസ്. മുംബൈയിലാണ് കൂടുതലായിട്ട് പരുത്തി കൃഷിയുള്ളത്. അതുകൊണ്ട് മുംബൈയെ കോട്ടൺ പോളിസീസ് എന്ന് പറയുന്നു. മുംബൈ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് പരുത്തി കൃഷിയുള്ളത് അഹമ്മദാബാദാണ്. ഇനി അടുത്തത് ചണത്തെക്കുറിച്ചാണ് പറയുന്നത്. ജൂട്ട് ഒരു നാരുവിളയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന് 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ ലഭിക്കേണ്ടതുണ്ട്. അതേസമയത്ത് എക്കൽ മണ്ണാണ് അതിന് വേണ്ടത്. അത് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശത്താണ്. പശ്ചിമ ബംഗാളിലും ആസാമും ഒഡീഷയുടെ ചില ഭാഗങ്ങളും ഈ ചണം കൃഷിയുണ്ട്. അപ്പോൾ 2 തരം നാരുവിളകളെക്കുറിച്ച് പറഞ്ഞു. ചണവും പരുത്തി കൃഷിയെക്കുറിച്ചും പറഞ്ഞു. ഇനി അടുത്തത് തേയിലയെക്കുറിച്ചാണ്. ടീ പ്ലാന്റേഷൻ ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമ്മുടെ കേരളം, തമിഴ്നാട്, കർണാടക ഭാഗങ്ങളിലാണ്. കർണാടകത്തിലാണ് ഏറ്റവും കൂടുതൽ തേയില ഉള്ളത്. അതിന് വേണ്ടത് 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കേണ്ടതുണ്ട്. 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് ലഭിക്കേണ്ടത്. അതേസമയം കുന്നിൻ ചെരുവുകളിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഇതൊരു തോട്ടവിളയാണ്. തോട്ടവിളയ്ക്ക് ആഗ്രഹം ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഇതിന് വേണ്ടത്. അടുത്തത് കോഫി അല്ലെങ്കിൽ കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കേരളം, തമിഴ്നാടാണ്. മിതമായിട്ടുള്ള താപനിലയും അതേപോലെ തന്നെ ഉയർന്ന നല്ല മഴയും ലഭിക്കേണ്ടതുണ്ട്. അന്താരാഷ്ട്ര വിളയിൽ അറബിക്ക എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അത് പ്രധാനമായിട്ടും ഓർക്കേണ്ടതാണ്. അടുത്ത സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സ്പൈസസ്. ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പു, ഇഞ്ചി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന സുഗന്ധവ്യഞ്ജനങ്ങൾ. പശ്ചിമഘട്ട മലനിരകളിലാണ് കൂടുതലായിട്ട് ഇത് കൃഷി ചെയ്യുന്നത്. ഇതിന് വേണ്ട മണ്ണ് വനമണ്ണും മണൽ മണ്ണുമാണ്. ധാരാളം മഴ ലഭിക്കേണ്ടതുമുണ്ട്. കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ ചൂടും മഴയുള്ള കാലാവസ്ഥയാണ് കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതിന് വേണ്ട മണ്ണ് എന്നുള്ളത് കറുത്ത മണ്ണ്, എക്കൽ അലുവിയൽ സോയിലാണ് ഇതിന് വേണ്ടത്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. പരുത്തി കൃഷിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണുള്ളത്. അടുത്തത് റബ്ബറിന് 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ ചൂടാണ് വേണ്ടത്. 150 സെൻറ്റിമീറ്റർ മഴ ലഭിക്കേണ്ടതുണ്ട്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും റബ്ബർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്.